നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഒപ്പിടാത്തതിനെതിരെ ഇന്ന് LDF ഇടുക്കി ജില്ലയിൽ ഹർത്താൽ ആചരിച്ചു വരികയാണ്. രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ഹർത്താൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായി മാത്രം നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗവർണർ ഓരോ വിഷയത്തിലെടുക്കുന്ന നിലപാട്, സർക്കാർ തുടർന്നു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവരുന്ന ഓരോ വികസന പദ്ധതികളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ നിലപാട്, ഏത് തരത്തിലൊക്കെ സർക്കാരിനെ വേട്ടയാടാൻ കഴിയുമോ, ഏത് തരത്തിലൊക്കെ സർക്കാരിനെ വിമർശിക്കാൻ കഴിയുമോ, ഏത് തരത്തിലൊക്കെ സർക്കാരിനെതിരെ പ്രത്യക്ഷമായി പറയാൻ കഴിയുമോ, ഒരു ഭരണഘടനാ അധികാരം നൽകുന്ന ഒരു സംസ്ഥാനത്തെ നയിക്കേണ്ട, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അധികാരമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിർബന്ധമായും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന ഒരു ഗവർണർ ഒരു സംസ്ഥാനത്തെടുക്കുന്ന നടപടികളാണ് ഇതൊക്കെ. ഈ ഒരു ഗവർണർക്കെതിരെ അല്ലെങ്കിൽ ഗവർണറുടെ ഇത്തരം നടപടികൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കേണ്ട ഒരു സമയത്താണ് ഈ ഗവർണറെ അനുകൂലിച്ച് ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ തീർത്തും രാഷ്ട്രീയ ലാക്കോട് കൂടി തന്നെ ഗവർണറെ ഓരോ പരിപാടിക്ക് വിളിക്കുന്നതും ഇപ്പോൾ വ്യാപാരി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് ഗവർണറെ വിളിച്ചിരിക്കുന്നത്. എന്ത് രീതിയിലാണ് അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഗവർണർ അത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് എന്ന് വരെ ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രാജ്ഭവൻ മാർച്ച് ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളുമായാണ് സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. രാജ്ഭവന്റെ മുന്നിലാണല്ലേ നിൽക്കുന്നത്. എപ്പോഴായിരിക്കും ഈ LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രാജ്ഭവൻ മാർച്ച്? ഒപ്പം മാർച്ചിന്റെ വിശദാംശങ്ങൾ, ആരൊക്കെ പങ്കെടുക്കും, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, മറ്റാവശ്യങ്ങൾ മാർച്ചിൽ ഉന്നയിക്കുന്ന? തീർച്ചയായും വിനീഷ, ഇന്ന് LDFിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ കർഷക തൊഴിലാളികളാണ് ഈ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ 2023 സെപ്റ്റംബറിൽ പാസാക്കിയ, ഏകകണ്ഠമായി നിയമസഭ പാസാക്കിയ ഭൂപതിവ് ഭേദഗതി ബിൽ, അത് ഗവർണർ ഒപ്പിടാത്ത ഒരു സാഹചര്യം, രാജ്ഭവനിൽ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ ഗവർണറുടെ നിലപാടിനെതിരെയാണ് ഇന്ന് ഇടുക്കിയിലെ LDFിൻ്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികളുടെ മാർച്ച് രാജ്ഭവനിലേക്ക് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഗവർണറുടെ നിലപാടിനെതിരെ ഉയർന്നു വരുന്നത്. ആദ്യം ഇത് ഇടുക്കി ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇതാ രാജ്ഭവനിലേക്ക് കൂടി മാർച്ച് നടക്കുകയാണ്. ഇന്ന് രാവിലെ ധർണയോടുകൂടിയുള്ള മാർച്ചായിരിക്കും രാജ്ഭവനിലേക്ക് നടക്കുക. അതിന് എല്ലാ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് കർഷക തൊഴിലാളികൾ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഗവർണറുടെ ഈ നിലപാടിനെതിരെ ഉയർന്നു വരുന്നത്. ഈ ഭൂപതിവ് ഭേദഗതി ബില്ല് മാത്രമല്ല, വിനീഷ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാല ബില്ലുകൾ അടക്കമുള്ള ബില്ലുകൾ ഈ ഗവർണർ ഒപ്പിടാത്തൊരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ഇത് കാലങ്ങളായി ഉള്ള ഒരു നിലപാടാണ്, ഗവർണറുടെ നിലപാടാണ്. സർക്കാർ ഏത് വികസന പരിപാടികൾ കൊണ്ടുവന്നാലും അതിനെന്തെങ്കിലുമൊക്കെ തടസ്സം പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം അത് ഗവർണറുടെ ഭാഗത്ത് നേരത്തെ തന്നെ ഉള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കർഷക തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉയരുന്നത്. നേരത്തെ ഇടുക്കിയിൽ നിന്ന് സനോജ് സൂചിപ്പിച്ചതുപോലെ ഈ ഭൂപതിവ് ഭേദഗതി ബിൽ അത് ഏറെ ഗുണം ചെയ്യുക കർഷക തൊഴിലാളികൾക്കാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കർഷക തൊഴിലാളികൾക്കാണ്. ഈ ഭേദഗതിയിൽ പറയുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ഭേദഗതിയാണ്. പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങൾക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് കൃഷിയോടൊപ്പം തന്നെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി സാധൂകരിക്കുന്ന ഒരു ഭേദഗതിയാണ് ഈ ബില്ലിൽ വരുത്തിയിട്ടുള്ളത്. കെ കരുണാകരനും ഒപ്പം R ശങ്കറും അടക്കമുള്ള അവർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഭേദഗതി ഭൂ നിയമം കൊണ്ടുവന്നത്. അതിലാണ് ഇപ്പോൾ 2023 സെപ്റ്റംബറിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഏറെ ഗുണം ചെയ്യുന്നത് കർഷക തൊഴിലാളികൾക്കാണ്. പക്ഷേ ഈ ഒരു ബില്ല് പിടിച്ചു വെൽക്കുന്ന ഒരു സാഹചര്യം, ഒപ്പിടാതെ ഗവർണർ രാജ്ഭവനിൽ പിടിച്ചു വെൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 3 മാസത്തോളമായി ഇത്തരത്തിൽ ഗവർണർ ഒപ്പിടാതെ ഈ ബില്ല് രാജ്ഭവനിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്നുകിൽ ഇത് ഒപ്പിടുക അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക എന്നതാണ് ഗവർണർ ചെയ്യേണ്ടത്. പക്ഷേ ഇത്തരത്തിലൊരു നടപടിയും ഗവർണർ സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ഇത് ഭൂഭേദഗതി ബില്ലിൽ മാത്രമല്ല, മറ്റ്
ബില്ലുകളിൽ കൂടി നമുക്കിത് നമ്മൾ ഇത് കണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സർവകലാശാല അടക്കമുള്ള ബില്ലുകളിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കർഷക തൊഴിലാളികൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഗവർണർ ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഗവർണർ ഇന്ന് ഇടുക്കിയിൽ ഒരു വ്യാപാര വ്യവസായ ഏകോപന സമിതി നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനായി ഇന്നലെ തന്നെ ഗവർണർ തലസ്ഥാനത്ത് നിന്ന് രാജ്ഭവനിൽ നിന്ന് ഇടുക്കിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്കും അവിടെ നിന്ന് ഇടുക്കിയിലേക്കും ഇത്തരത്തിലാണ് ഗവർണറുടെ യാത്ര പോയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഈ മാധ്യമപ്രവർത്തകർ ഇന്നലെ ഈ രാജ്ഭവൻ മാർച്ച് നടക്കുന്നുണ്ട് കർഷക തൊഴിലാളികളുടെ. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു യാത്ര നടത്തുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഗവർണർ പറഞ്ഞു തന്നെ ക്ഷണിച്ചൊരു പരിപാടിയാണ്, താൻ അതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗവർണറുടെ ഈ ഒരു നടപടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. കാരണം തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അപഹസിക്കുന്ന ഒരു നിലപാടാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും ഒപ്പം കർഷക തൊഴിലാളികൾ അടക്കമുള്ളവർ ഈ ഗവർണറുടെ ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. പൂർണ്ണമായും കർഷക തൊഴിലാളികളെ അപഹസിക്കുന്ന ഒരു രീതിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് തന്നെയാണ് ഈ ഗവർണറുടെ ഈ നിലപാടിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് ഇടുക്കിയിൽ ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നേരത്തെ സനോജ് സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിൽ ഹർത്താൽ നടക്കുകയാണ്. ഈ ഹർത്താൽ നടക്കുന്ന ദിവസം തന്നെ ഗവർണർ എത്തുന്നത് അത് ഇടുക്കിയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളൊരു ഗവർണറുടെ ശ്രമമായിട്ടാണ് ഈ ഇടുക്കിയിലെ കർഷക തൊഴിലാളികളും ഒപ്പം ഇടതുപക്ഷ നേതാക്കളും ഒക്കെ തന്നെയും ഈ ഒരു കാര്യത്തെ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗവർണർ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതൊരു കാര്യം വന്നാലും അതിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സവാദം പറഞ്ഞ് ഒപ്പിടാതിരിക്കുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും ഈ ഗവർണർ ഒരു തടസ്സവാദം ഉന്നയിച്ച് ആ പരിപാടികളൊന്നും അല്ലെങ്കിൽ ആ വികസന കാര്യങ്ങളൊന്നും നടപ്പാക്കാത്ത ഒരു രീതി അത് ഗവർണറുടെ ഭാഗത്ത് നിന്ന് തുടരെ ഉണ്ടാവുന്നതാണ്. നമ്മൾ അതൊക്കെ തന്നെയും കണ്ടതാണ്. ഇത്തരത്തിൽ ഗവർണർ ഈ ബില്ല് പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഒപ്പിടുക അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക, ഇതാണ് വേണ്ടത്. നിയമസഭ ഏകകണ്ഠമായാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. ഇനി അത് നിയമമാകണമെങ്കിൽ ഈ ഗവർണർ ഒപ്പിടണം. പക്ഷേ അത് ഗവർണറുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇടുക്കിയിലെ കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ രാജ്ഭവൻ മാർച്ച് നടക്കുന്നത്. അതിന് LDFന്റെ പിന്തുണ കൂടിയുണ്ട്. ഇന്ന് 2 മണിക്കാണ് MV ഗോവിന്ദൻ മാസ്റ്റർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഈ രാജ്ഭവൻ മാർച്ച് 2 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലയിലെ LDF നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കും. ഇതിന് പൂർണ്ണമായും നേതൃത്വം നൽകുന്നത് ഇടുക്കിയിലെ CPM പാർട്ടി LDF പ്രവർത്തകരാണ്. വിനീഷ. സുലേഖയാണ് LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രാജ്ഭവൻ മാർച്ചിൻ്റെ വിശദാംശങ്ങളും ഒപ്പം ഈ ഒരു കാര്യത്തിൽ, അതായത് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ രാഷ്ട്രീയം, ഒപ്പം രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകർ ഗവർണറെ കണ്ടപ്പോൾ ഗവർണർ പറഞ്ഞ വിശദാംശങ്ങളെല്ലാം സമഗ്രമായി തന്നെ നൽകുകയായിരുന്നു സുലേഖ ശശികുമാർ.